ഈ പുഴയും കടലിൻ്റെ പുത്തൻ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഗംഗയുടെ നിശ്ചയം നടക്കാൻ പോവുകയാണ്. അപ്പം ഗംഗയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഒരു തരത്തിലും ഈ നിശ്ചയത്തിനോട് യാതൊരു ഇഷ്ടവുമില്ല ഗംഗയ്ക്ക്. എന്നാലും അമ്മ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഗംഗയ്ക്ക് പറ്റുന്നില്ല. അങ്ങനെ നിശ്ചയത്തിന് ഗംഗ ഇരിക്കുകയാണ്. അപ്പോൾ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അപ്പം താലം മാറാൻ സമയമായി. തിരുമേനി പറയുന്നുണ്ട്, രണ്ടമ്മമാരും വന്ന് നിന്നു, താലം മാറാൻ സമയമായെന്ന് പറയാണ്. അപ്പം ജയബാലനാണെങ്കിൽ ശാരദയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ശാരദയും വന്ന് താലം മാറാൻ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു കുട്ടി അങ്ങോട്ട് ഓടി വന്ന് താലം എല്ലാം തട്ടിക്കളഞ്ഞിട്ട് ചെറുക്കൻ്റെ മടിയിലേക്ക് അച്ഛാ എന്നും പറഞ്ഞ് ഓടി വന്നിരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഒരു കുട്ടി ഓടി വന്ന് ചെറുക്കൻ്റെ മടിയിലേക്ക് അച്ഛാന്നും പറഞ്ഞ് ഇരിക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട്. ശാരദയും ഗംഗയും കാവേരി എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും ആ കുട്ടി അയാളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മോൻ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ അമ്മയും ജയബാലനും ഒക്കെ അങ്ങ് വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ശാരദയാണെങ്കിൽ ജയബാലൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതാരാ ജയബാലേട്ടാന്ന് ചോദിക്കുകയാണ്. അത് എനിക്കറിയത്തില്ല എന്ന് പറയാണ്. ഇതാരാന്നാ അപ്പോൾ ചോദിച്ചേ? നിങ്ങൾക്കറിയാത്ത എങ്ങനാ? നിങ്ങളല്ലേ ഈ ബന്ധം കൊണ്ടുവന്ന്. അപ്പം ഈ കുട്ടി ഇയാളെ അച്ഛാന്ന് വിളിക്കണമെങ്കിൽ ഈ കുട്ടി ആരാണ് നിങ്ങൾക്കറിയാത്തിരിക്കുന്നത് എങ്ങനാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ജയബാലൻ ആകെപ്പാടെ അങ്ങ് വല്ലാതാവുന്നുണ്ട്. കാരണം എന്തുത്തരം പറയണമെന്ന് അറിയത്തില്ല. ജയബാലനറിയാം അത് അയാളുടെ കുട്ടിയാണെന്ന്. അവസാനം ജയബാലനാണെങ്കിൽ ഉത്തരം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരദ അത്രയ്ക്ക് നിർബന്ധിക്കുന്നുണ്ട്. അവസാനം പറയാണ്, അത് അവൻ്റെ കുട്ടി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു ബന്ധം എങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ഇവിടുത്തെ പെണ്ണിനെ കെട്ടണം? അങ്ങനെ വെറുതെ കെട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവൻ്റെ രണ്ടാം വിവാഹം, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേ ശാരദ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. എന്താ ഈ പറയുന്നത്? നിങ്ങളെന്തോ ഞങ്ങളെ ചതിക്കുകയായിരുന്നോ? മക്കളെല്ലാവരും പറഞ്ഞ് നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങളുടെ കയ്യിരിക്കുന്ന മൊത്തം കള്ളത്തരാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ജയബാലേട്ടനെ വിശ്വസിച്ചത്. എന്നിട്ട് ഇത്രയും വലിയൊരു ചതി കാണിക്കുകയാണോ എന്നോടെന്ന് ചോദിക്കുകയാണ്. എൻ്റെ മക്കളോട് ഇങ്ങനെ കാണിക്കാൻ ജയബാലേട്ടൻ എങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ശാരദ കരയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ ആകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇഷ്ടമല്ലെങ്കിലും അമ്മ പറഞ്ഞ പ്രകാരം കല്യാണ നിശ്ചയത്തിന് പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആകപ്പാടെ ഗംഗയ്ക്കും വിഷമം വരുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും വിഷമം വരുന്നുണ്ട്. അപ്പം ജയബാലൻ പറയാണ്, പിന്നെന്തുവാ ഇവക്ക് ഇതിനൊക്കെ ഏറ്റവും വലിയ ബന്ധം എങ്ങനെ കിട്ടാനാണ്? ഇതാണ് ഇവക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമെന്ന് ജയബാലൻ പറയുകയാണ്. അവൻ രണ്ടാമതൊന്ന് കെട്ടുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. ആദ്യത്തെ ഭാര്യയെ ഡിവോഴ്സൊക്കെ ചെയ്ത് പിന്നെ ഇത് രണ്ടാം വിവാഹമാണെന്നേ ഉള്ളെന്ന് പറയാണ്. ആ കുറവ് മാത്രമേ അവനുള്ളെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ശാരദ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം മിണ്ടിപ്പോവല്ലേ, എൻ്റെ മോടെ വിവാഹം നടന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാണ്. പിന്നെ ഇവിടെ കെട്ടാചെറുക്കായിട്ട് ഇവിടെ നിന്ന് പോവും, അല്ലാതെ എന്ത് സംഭവിക്കാൻ? ഇവക്ക് ഏത് ചെറുക്കാൻ വരാനാ? ഇവളെ ആര് കല്യാണം കഴിക്കാനാന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശാരദ പറയാണ്, എൻ്റെ അനന്തരവൻ ഇവളെ കെട്ടുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ നിൽക്കുന്ന വിനീത് എൻ്റെ മോളെ കല്യാണം കഴിക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിനീതിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, ഗംഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം ശാരദ പറയാണ്, വിനീതിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ മോളെ അവൻ കിട്ടിയിരിക്കുമെന്ന് പറയാണ്. ജയബാലൻ ആകപ്പാടെ അങ്ങ് ദേഷ്യമാവുന്നുണ്ട്. കാരണം ഇത് ജയബാലൻ ഒരു തരത്തിലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തേക്ക് വിനീത് അങ്ങോട്ട് വരികയാണ്. വിനീത് അങ്ങോട്ട് വന്നിട്ട് ശാരദ എടുത്ത് പറയാണ്, അമ്മായി പറഞ്ഞത് സത്യമാണോ? ഗംഗയെ ഞാൻ കെട്ടുന്നതിന് അമ്മായിക്ക് ഒരു വിരോധം ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഒരു വിരോധമില്ല മോനെ, നീയാണ് അവളെ കെട്ടാൻ ഏറ്റവും അർഹൻ. പിന്നെ നിൻ്റെ അമ്മ സമ്മതിക്കുവാണെങ്കിൽ നിനക്ക് ഇവളെ കല്യാണം കഴിക്കാമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിനീത് പറയാണ്, ഇനി എൻ്റെ അമ്മ ഇതിനെ എതിർത്താലും എനിക്കൊരു പ്രശ്നവുമില്ല. ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യുമെന്ന് നല്ല വാശിയോടെ തന്നെ വിനീത് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വിനീതിൻ്റെ അമ്മ ആകെപ്പാടെ മിണ്ടാതെ അവിടെ ദേഷ്യം നിൽക്കുകയാണ്. ഈ സമയത്ത് ജയബാലൻ പറയുകയാണ്, ഓഹോ ഇപ്പം നിങ്ങളെല്ലാം ഒന്നായോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് വിനീത് അങ്ങോട്ട് വന്ന് പറയാണ്, ഇനി ഇവിടെ നിന്ന് ഒരക്ഷരം സംസാരിച്ചു പോലെ ഈ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കുകയാണ് വിനീത് എല്ലാത്തിനെയും. തനിക്ക് എങ്ങനെ തോന്നിയോടോ ഇത്രയും വലിയൊരു ചതി ഈ കുടുംബത്തോട് ചെയ്യാൻ? താൻ ഒന്നുമില്ലെങ്കിലും തൻ്റെ ചേട്ടൻ്റെ മക്കളല്ലേ ഇവരൊക്കെ, തനിക്ക് എങ്ങനെ തോന്നിയെന്നും പറഞ്ഞിട്ട് വിനീത് ചോദിക്കുകയാണ്. അപ്പോൾ ജയബാലൻ അങ്ങ് ദേഷ്യല്ലാണ്, നീ ആരാടാ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് പറയാണ്. അപ്പോൾ ശാരദ പറയാണ്, അവനാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ഏറ്റവും അർഹൻ. നിങ്ങളല്ലേ പറഞ്ഞത് അവൻ സുഖമില്ലാത്തവനാണെന്ന്, അതുകൊണ്ട് അവൻ തന്നെയാണ് ഇതൊക്കെ ചോദിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത്. ഇനി ഈ വീട്ടിൽ നിന്ന് സംസാരിച്ചു പോലെ ഇവിടുന്ന് ഇറങ്ങിക്കോണം, ഈ വീട്ടിലെ ഒരു കാര്യത്തിന് ഇവിടെ വന്ന് ഇടപെടാൻ പോവല്ലെന്ന് ശാരദ പറയാണ്. അങ്ങനെ വിനീതും എല്ലാവരും കൂടെ അടിച്ചിറക്കിയാണ് ജയബാലനെയും.
വന്ന ചെറുക്കനെയും കുടുംബത്തെയും എല്ലാവരെയും അടിച്ചിറക്കിയാണ്. ഈ സമയത്ത് വിനീതിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വിനീതിൻ്റെ അമ്മ വന്ന് പറയുന്നുണ്ട്, ഈ വിവാഹം ഞാൻ സമ്മതിക്കത്തില്ല, വിനീതും ഗംഗയും തമ്മിലുള്ള വിവാഹം ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയാണ്. അപ്പോൾ വിനീത് പറയാണ്, അമ്മ എതിർത്താലും ഞാൻ ഗംഗയെ കല്യാണം കഴിക്കും, ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യും, എനിക്കും ഗംഗയെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. അങ്ങനെ വിനീതാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൻ്റെ ഇഷ്ടം ഗംഗയെ അറിയിക്കുകയാണ്. അങ്ങനെ ഗംഗയുടെയും വിനീതിൻ്റെയും വിവാഹം നടത്താൻ ശാരദ തീരുമാനിക്കുകയാണ്. അങ്ങനെ സ്വപ്നം കണ്ടതെല്ലാം നടക്കാൻ പോവുകയാണ്. വിനീത് സ്വപ്നം കണ്ടതുപോലെ ഗംഗയായിട്ടൊരു ജീവിതം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അതുപോലെ ഗംഗയ്ക്കും ഭയങ്കര സന്തോഷമുണ്ട് വിനീതിനെ വിവാഹം കഴിക്കാൻ.